ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണസദ്യ സ്പെഷ്യലിൽ ഇന്ന് വടക്കൂട്ടുകറിയാണ് തയ്യാറാക്കാനായി പോകുന്നത്. സദ്യയിലെ ഒരു മെയിൻ ഐറ്റമാണ് കൂട്ടുകറി. ഇങ്ങത്തേക്ക് സദ്യയ്ക്ക് കൂട്ടുകറിക്ക് വടയിട്ടുണ്ടാക്കും. അങ്ങ് വടക്കോട്ടാണെങ്കിൽ അത് പച്ചക്കറികളും കടലയും ഒക്കെ ചേർത്തിട്ട് വേറൊരു തരത്തിലുള്ള കൂട്ടുകറി. രണ്ടും സൂപ്പറാണ്. എന്നാലും നമ്മുടെ തിരുവനന്തപുരം സദ്യയിലെ മെയിൻ ഐറ്റമാണ് ഈ വടക്കൂട്ടുകറിയും ബോളിയും പാൽപ്പായസവും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഇത്. വളരെ രുചികരമായ ഈ വടക്കൂട്ടുകറിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ റൂബീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. വടക്കൂട്ടുകറി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വടക്കൂട്ടുകറിയിലെ വട ഉണ്ടാക്കാൻ ആവശ്യമായ ഉഴുന്ന് 250 ഗ്രാം. അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഉരുളക്കിഴങ്ങ് 3 എണ്ണം സ്ക്വയർ പീസായിട്ട് അരിഞ്ഞത്. സവാള വലുത് 2 എണ്ണം സ്ക്വയർ പീസായി അരിഞ്ഞത്. പച്ചമുളക് 2 എണ്ണം കട്ട് ചെയ്തത്. തേങ്ങാപ്പാൽ 2.5 കപ്പ്. അതിൽ 1/2 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ, അതായത് 1-ാം പാല്. 2-ാം പാല് 2 കപ്പും എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. വട കൂട്ടുകറിക്ക് ആവശ്യമായ വട നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഉഴുന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഉഴുന്നരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല, ഒന്ന് തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അങ്ങനെ അരച്ചെടുത്തു കൊണ്ടുവന്നതാണ് ഇത്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വടക്കുള്ള മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അരച്ച മാവിൽ നിന്ന് അല്പം എടുത്ത് ചെറിയ ചെറിയ ഉരുളകൾ പോലെ ഇട്ട് കൊടുക്കാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈ അല്പം നനച്ചു വെക്കാം. വട ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൂട്ടുകറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ട്രഡീഷണൽ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ സ്വാദും മണവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം ഈ 2-ാം പാലിൽ തന്നെയാണ് വേവേണ്ടത്. അപ്പോൾ വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരല്പസമയം ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി നല്ല വെന്ത് റെഡിയായി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളയ്ക്കുന്നത് വരെ. ഒന്ന് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചാറോട് കൂടി വേണം ഇരിക്കാൻ. കാരണം നമ്മൾ വട ഇട്ട് കൊടുക്കുമ്പോൾ വട ഇതിനകത്ത് കിടന്ന് സോക്കാവും, നന്നായിട്ട് സോക്കായി തിക്കായി വരും. അങ്ങനെ വേണം ആകാനുള്ളത്. അതായത് വട ഇതിനകത്ത് കിടന്ന് നല്ല തിക്കായിട്ട് വരണം. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ശേഷം 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വട കൂട്ടുകറി തയ്യാറായി കഴിഞ്ഞു. പൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വിഭവം കൂടിയാണിത്.
തേങ്ങാപ്പാലിൻ്റെയും വടയുടെയൊക്കെ അസാധ്യ രുചിയാണിത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ വടക്കൂട്ടുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.